ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 24-ാം തീയതി ജൂൺ മാസം 2024. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കല്ലുണിമേപ്പുറത്ത് കുടുംബാംഗമായ കോയിത്തോട്ടെ കെ എബ്രഹാം ജോയ്ക്കുട്ടിച്ചായൻ, കോയിത്തോട് ശാലയം അറുവീട്ടിൽ കല്ലറയ്ക്കൽ പിടിയിൽ വീട് നിര്യാതനായ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അദ്ദേഹത്തോടുള്ള അനുശോചനം രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത്. വിദൂരത്തായതുകൊണ്ട് ജോയിച്ചായനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ജോയ്ക്കുട്ടിച്ചായൻ കോയിത്തോട്ട് കുടുംബത്ത് ആണ് ജനിച്ചത്. കോയിത്തോട്ടെ ഔറാച്ചായൻ്റെ മൂത്ത മകനായിരുന്നു. ജോയ്ക്കുട്ടിച്ചായൻ്റെ മദറാണ് കല്ലുണിമേപ്പുറത്തെ ചിന്നമാമ. ചിന്നമാമ എന്ന് പറയുന്നത് എൻ്റെ പപ്പായുടെ സഹോദരിയാണ്, മൂത്ത സഹോദരിയാണ്. ചിന്നമാമയുടെ 7 മക്കളിൽ മൂത്ത പുത്രനായിരുന്നു ജോയ്ക്കുട്ടിച്ചായൻ. ജോയ്ക്കുട്ടിച്ചായൻ ഇന്ന് 85-ാമത്തെ വയസ്സിൽ നിര്യാതനാകുന്ന സമയത്ത് കല്ലുണിമേപ്പുറത്ത് കുടുംബമായിട്ട് നല്ല ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അത് 2 രീതിയിലും ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ജോയ്ക്കുട്ടിച്ചായൻ പ്രത്യേകമായ കുറേ കാര്യങ്ങൾ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കല്ലുണിമേപ്പുറത്തെ ആദ്യത്തെ ഏകജാതന പുത്രനായിരുന്നു, പുന്നാര മകനായിരുന്നു ജോയ്ക്കുട്ടിച്ചായൻ. കാരണം ചിന്നമാമയുടെ ആദ്യത്തെ മകനാണ്. ജോയ്ക്കുട്ടിച്ചായൻ മാത്രമാണ് കൊച്ചുമക്കളിൽ കല്ലുണിമേപ്പുറത്തെ കുട്ടിച്ചായനെ കണ്ടിട്ടുള്ളത്. അത് ജോയ്ക്കുട്ടിച്ചായനോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ജോയ്ക്കുട്ടിച്ചായന് മാത്രമേ വിവരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈവൻ എൻ്റെ മദറിന് പോലും കല്യാണം കഴിച്ച് വരുമ്പം മദറിന് പോലും ആ അപ്പച്ചനെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ജോയ്ക്കുട്ടിച്ചായൻ അതിനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. കുട്ടിച്ചായനെ പറ്റി നല്ല കാര്യം. കുട്ടിച്ചായൻ എന്ന് പറയുന്നത് ബേബിച്ചായൻ്റെയും കല്ലുണിമേപ്പുറത്തെ എൻ്റെ ഫാദറായ പോത്തൻ സാറിൻ്റെയും പിതാവായിരുന്നു. അദ്ദേഹം ഇന്നത്തേക്ക് ഏറെക്കുറെ 130 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, ബേബിച്ചായൻ 85 വയസ്സിൽ മരിക്കുമ്പോൾ 7 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ട ഒരു പിതാവാണ് കല്ലുണിമേപ്പുറത്തെ കുട്ടിച്ചായൻ. കുട്ടിച്ചായൻ്റെ കൊച്ചുമോനാണ് ജോയ്ക്കുട്ടിച്ചായൻ. ജോയ്ക്കുട്ടിച്ചായൻ്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പകാലം കൂടുതൽ സമയവും മല്ലപ്പള്ളി ദേവങ്കര ആനിക്കാട്ടുള്ള ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ് ജീവിച്ചിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ആ വീട്ടിലെ ഏറ്റവും മൂത്ത മകനായിരുന്നുകൊണ്ട് ജോയ്ക്കുട്ടിച്ചായൻ അതുപോലെ വാത്സല്യവും. ജോയ്ക്കുട്ടിച്ചായനും എല്ലാവർക്കും വന്ന ആ കാലത്ത് കുടുംബ വീടുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ജോയ്ക്കുട്ടിച്ചായനെ ഞാനും ജോയ്ക്കുട്ടിച്ചായനും തമ്മിൽ ഒരു 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ജോയ്ക്കുട്ടിച്ചായൻ എൻ്റെ ഫസ്റ്റ് കസിനാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കസിനാണ് ജോയ്ക്കുട്ടിച്ചായൻ. അപ്പം ജോയ്ക്കുട്ടിച്ചായനും എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അമ്മാച്ചനാണ്. ജോയ്ക്കുട്ടിച്ചായൻ ഏറ്റവും ഇഷ്ടമുള്ള ഉമ്മിച്ചായൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ തിരിച്ചു എൻ്റെ അച്ചായനും ജോയ്ക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്നേഹത്തോടെ അവരെയൊക്കെ ഒരു നിലയിൽ എത്തുന്നിടം വരെ അച്ചായൻ അവരുമായിട്ടൊക്കെ അവരുടെ ഓരോ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. ചിന്നമാമയും എല്ലാം ഞങ്ങളുടെ കൂത്രപ്പള്ളി വീട്ടിൽ വരികയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയ്ക്കുട്ടിച്ചായനെ പറ്റി എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ജോയ്ക്കുട്ടിച്ചായൻ ഞങ്ങളെയൊക്കെ വളരെ വാത്സല്യത്തോടുകൂടിയാണ് സ്നേഹിച്ചിരുന്നത്. കൂത്രപ്പള്ളി വരുമ്പോഴും, അദ്ദേഹം വിശാഖപട്ടണത്തായിരുന്നപ്പോഴും പിന്നീട് സൗദി അറേബ്യയിലായിരുന്നപ്പോഴും ഒക്കെ വരുമായിരുന്നു. ജോയ്ക്കുട്ടിച്ചായൻ ഞാൻ ആദ്യമായിട്ടൊക്കെ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് ഞാൻ ഓർക്കുന്നത്, എനിക്കൊരു 6 വയസ്സ് 7 വയസ്സുള്ളപ്പോൾ ജോയ്ക്കുട്ടിച്ചായൻ കൂത്രപ്പള്ളി വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഓൾമോസ്റ്റ് വരുമായിരുന്നു. മലപ്പള്ളിയിൽ നിന്ന് ഒരു ബസ്സുണ്ട്, ആ ബസ്സിനായിരിക്കും വരുന്നത്, അല്ലെ നടന്നായിരിക്കുമൊക്കെ വരുന്നത്. 6 മൈലല്ലേ ഉള്ളൂ. ജോയ്ക്കുട്ടിച്ചായനും അച്ചൻകുഞ്ചായനും കൂത്രപ്പള്ളി വരുന്ന കാര്യമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഞങ്ങളന്ന് 5 പേരും വീട്ടിലുണ്ട്. ജോളിച്ചായൻ പഠിക്കുന്ന സമയമാണ്. സണ്ണിച്ചായൻ ആലുവയിലാണ്. പക്ഷേ ജോയ്ക്കുട്ടിച്ചായൻ വീട്ടിൽ വരും. ജോയ്ക്കുട്ടിച്ചായനും അച്ചൻകുഞ്ചായനും വീട്ടിൽ വന്നാൽ ഒരു 3-4 ദിവസം താമസിച്ച് അമ്മായി എന്നൊക്കെ പറയും. ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ കൂടുതൽ താമസിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാൽ ഇവർ വീട്ടിൽ വന്നാൽ വെറുതെ ഇരിക്കുകയില്ല. ഈ അച്ചൻകുഞ്ചായനും ജോയ്ക്കുട്ടിച്ചായനും ഒക്കെ ഉള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവർ വളരെ യുനോ പറമ്പിലൊക്കെ കൃഷി ചെയ്യാനൊക്കെ ഞങ്ങളുടെ അച്ഛനെ സഹായിക്കുമായിരുന്നു. കൃഷി ചെയ്യുക മാത്രമല്ല, അവർക്കൊരു എയിം ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും വരുന്നത് ഞങ്ങളുടെ അച്ചായന് പറമ്പിലെ പൊളിഞ്ഞു വീണ കയ്യാലകൾ വൃത്തിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ആ പ്രദേശത്തുള്ള കല്ലെല്ലാം പോയി പെറുക്കിക്കൊണ്ട് വന്ന് അച്ഛൻ കുഞ്ചായനും ജോയിക്കുട്ടിച്ചായനും കൂടെ കയ്യാല വെച്ച് തരുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ആ കയ്യാല അവിടെ ഉണ്ട് സ്ഥിരം. അന്നത്തെ അത്രയും ഭംഗിയായിട്ട് ചെയ്ത കയ്യാലകളാണ്. അതെൻ്റെ ഒരു വലിയ ഓർമ്മയാണ്. പിന്നീട് ഞാൻ ഓർമ്മ ആ സമയത്ത് ജോയിക്കുട്ടിച്ചായൻ വിശാഖപട്ടണത്ത് പോയിരുന്നു. എനിക്ക് തോന്നുന്നു വിശാഖപട്ടണത്തായിരുന്നു. കുറേ കാലത്തേക്ക് എനിക്ക് ജോയിക്കുട്ടിച്ചാനെ പറ്റി വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കോയത്തോട്ടൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛനും അമ്മയെല്ലാം ഞങ്ങളെ അവിടെ കൊണ്ടുപോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ജോയിക്കുട്ടിച്ചാൻ സൗദി അറേബ്യയിലായിരുന്ന സമയത്തൊക്കെയാണ് ഞാൻ പിന്നീട് കാണുന്നത്. അവധിക്ക് വരുമ്പം അച്ഛനെ കാണാൻ ഓടി വരുമായിരുന്നു. ആ സമയത്തൊക്കെ കുറേ സമയം വീട്ടിൽ ചിലവഴി. അതൊക്കെ കാറിനൊക്കെ അന്നൊക്കെ ടാക്സി വിളിച്ചാണ് വരുന്നത്. ടാക്സി വിളിച്ചാൽ എല്ലാ വീടുകളും കയറി ഇറങ്ങി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇതൊക്കെ 1970s കാര്യമാണ് ഞാൻ പറയുന്നത്. ജോയിക്കുട്ടിച്ചാനെ അപ്പം വീട്ടിൽ വരുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളെയൊക്കെ പഠന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നീട് ഞാൻ ജോയിക്കുട്ടിച്ചാൻ ഇതുപോലെ സൗദിയിലായിരുന്ന സമയത്ത് പിന്നെ ഞാനും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയൊക്കെ ചെയ്തുകൊണ്ട് കുറേ നാളത്തേക്ക് എനിക്ക് ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ കുഞ്ചായൻ എനിക്ക് എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അത് അച്ഛൻ കുഞ്ചാൻ്റെ വൈഫ് അന്ന് ജർമ്മനിയിലായിരുന്നുകൊണ്ട് അച്ഛൻ കുഞ്ചാൻ ഒരു തവണ വീട്ടിൽ വന്നപ്പം ഒരു ഫോട്ടോ എടുത്തത് ഞാൻ നോർത്ത് ഇന്ത്യ പോയപ്പം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആയിട്ട് ആ ഒരു ഫോട്ടോ കൊണ്ടാണ് ഞാൻ പോയത്. അതൊരു പോളറോയിഡ് ഫിലിമാണ്. ഇൻസ്റ്റൻറ്റ് വാഷ് ചെയ്ത് വരുന്ന പോലുള്ള ടൈപ്പ് ഫിലിമാണ്. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ മാത്രമേ, അത് അച്ഛൻ എനിക്ക് തന്നതാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പം നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു വിട്ടതാണ്. പിന്നീട് ഞാൻ ജോയിക്കുട്ടിച്ചാനെ കാണുന്നത് ഞാൻ ദുബൈ വെച്ചാണ്. ജോയിക്കുട്ടിച്ചാൻ്റെ ഒരു കൊച്ചുമകൻ്റെ ബാപ്റ്റിസത്തിനാണ്. എനിക്ക് തോന്നുന്നു ജോയിക്കുട്ടിച്ചാനൊക്കെ സൗദിയിൽ നിന്ന് വരികയും മൂത്ത മോൻ ദുബൈ സെറ്റിലായ ഒരു സമയത്താണ് ആ ബാപ്റ്റിസം. അന്നാണ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുമുട്ടുന്നത്. വളരെ സ്നേഹമായ ഇടപെടലുകളും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. പിന്നീട് ഞാൻ നാട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് ജോയിക്കുട്ടിച്ചാൻ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ജോയിക്കുട്ടിച്ചാനും വിശാഖപട്ടണത്തായിരുന്നുകൊണ്ടും വിശാഖപട്ടണമായിട്ട് ഇപ്പോഴും ബന്ധമുള്ളതുകൊണ്ടും ഒക്കെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ജോയിക്കുട്ടിച്ചാൻ ഞാൻ കഴിഞ്ഞ 2-3 തവണയായിട്ട് പോകുമ്പോൾ ഞാൻ കൂടുതലും അറിയാൻ ശ്രമിച്ചിരുന്നത് ജോയിക്കുട്ടിച്ചാൻ്റെ പഴയ കാലത്തെ ഓർമ്മകളാണ് കല്യാണപ്പുറത്ത് കുടുംബമായിട്ടുള്ളത്. അങ്ങനെ എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് കഴിഞ്ഞ തവണ ബേബിച്ചായൻ്റെ സംസ്കാര സമയത്ത് ഞാനത് അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെങ്കിൽ അത് എത്രത്തോളം അത് ഫലവത്തായെന്നറിയില്ല. ബട്ട് കല്ലുമണിപ്പുറത്തെ വല്യപ്പച്ചനും വല്യമ്മച്ചിയുടെയൊക്കെ കഥകളാണ് ഞാൻ അന്ന് കൂടുതലും പറയാൻ ശ്രമിച്ചിരുന്നത്. ബേബിച്ചായൻ്റെ പാപ്പായുടെ മദറിനെ കാര്യം. ബേബിച്ചായൻ എന്ന് പറഞ്ഞാൽ കല്ലുമണിപ്പുറത്തെ ബേബിച്ചായൻ, കഴിഞ്ഞ വർഷം മരിച്ചുപോയ ബേബിച്ചായൻ, സജുവിൻ്റെ സന്മോൻ്റെയൊക്കെ പപ്പ. അതെൻ്റെ ഉപ്പാപ്പനായിട്ട് വരും. എൻ്റെ ഫാദർ 1990 മരിച്ചുപോയി. ഞാൻ കൂതർപ്പള്ളി വെച്ചായിരുന്നു മരണം. അധ്യാപകനായിരുന്നു. ജോയിക്കുട്ടിച്ചായനും ഞങ്ങളുടെ വല്യപ്പച്ചനെ കണ്ട ഒരേ ഒരാളെന്നുള്ള രീതിയിൽ ആ കൊച്ചുമക്കളിൽ ഞാൻ അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ അത് എടുത്തിരുന്നത്. ജോയിക്കുട്ടിച്ചാനിൽ നിന്നും അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ഒത്തിരി പറയുകയൊക്കെ ചെയ്തു. പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ കുട്ടിച്ചാൻ വയറിനൊക്കെ അസുഖമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഹെറിഡിറ്ററി പ്രോബ്ലം പോലുള്ള ഒരു അസുഖമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഹോപ്പ് ലാസ്റ്റ് സമയത്ത് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോവുകയും തന്നെയാണ് പോകുന്നതൊക്കെ. ഇന്നത്തെ കാലത്ത് പോലുള്ള കൺവെൻസ് ഒന്നും ഇല്ലല്ലോ, ട്രെയിനോ ബസ്സോ ഒന്നും ഇല്ലല്ലോ. ഒക്കെ പലയിടത്തും ബോട്ടയിലൊക്കെ കയറിയാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയത്. മെഡിക്കൽ കോളേജിൽ ചെന്ന് അന്ന് എക്സ്റേ ഒന്നും ഇല്ലായിരിക്കും ഒരു പക്ഷെങ്കിൽ, അല്ലെങ്കിൽ എന്തോ ഒരു ഡയഗ്നോസിസ് ചെയ്തപ്പം അതിന് വലിയ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് വന്ന വഴിക്ക് കോയത്തോട്ട് കയറി 3 ദിവസം കഴിഞ്ഞ് മൂത്ത മോടെ കൂടെ താമസിച്ചതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത്. കോയത്തോട്ട് ദൂരമൊന്നും അല്ല, ഒരു 2.5 മൈൽ 3 മൈലല്ലേ ഉള്ളൂ. എങ്കിൽ പോലും അന്നത്തെ കാലത്ത് ആറുമൊക്കെ അങ്ങനെ കിടക്കുന്നതുകൊണ്ടേ ചിലപ്പം ഈ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഇഷ്യൂ കാണുമായിരിക്കും. പാലമൊന്നും ഇല്ലാത്ത കാലമല്ലേ.
കോഴിത്തോട്ടിന് പോകാൻ പാലം കടക്കണ്ട, ബട്ട് ഇടവഴികളെല്ലാം വെള്ളമാണെങ്കിൽ ഫ്ലഡിങ് ആണെങ്കിൽ യെസ്. അപ്പം 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ആൾ വിട്ട് വീട്ടിൽ വന്ന കാര്യവും ചിന്നമാമയും ജോയിക്കുട്ടിച്ചാനൊക്കെ കരഞ്ഞു വീഴിച്ച് ചെന്ന കാര്യവും കട്ടിലേൽ വളരെ സിക്കായിട്ട് കിടന്നിരുന്ന അപ്പച്ചനെ കണ്ട കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ജോയിക്കുട്ടിച്ചാനെ ശരിക്കും കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് കല്ലുണിപ്രദമായിട്ടുള്ള പഴയ ഒരു കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അത് ജോയിക്കുട്ടിച്ചാൻ എൻ്റെ അടുക്കൽ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഒരുപാട് ജോയിക്കുട്ടിച്ചാൻ എനിക്ക് തോന്നുന്നു എയർ കണ്ടീഷൻ സെക്ടറിലാണ് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇന്ന് അതിൻ്റെയൊക്കെ വലിയ വലിയ ഒരു കോർപ്പറേറ്റ് ലെവൽ പോലെ അദ്ദേഹം വളർന്നു എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. യുനോ വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു. അത് ചെറുപ്പത്തിൽ തന്നെ ഞാൻ കാണുമായിരുന്നു. മെറ്റിൽ എന്ന് പറഞ്ഞാൽ ചൊറുചുറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. യുനോ ഇങ്ങൊന്നും വെറുതെ ഇരിക്കത്തില്ല, പത്രം വായിച്ചൊന്നും സമയം കളയത്തില്ല. യുനോ ദേ ഗോ ആൻഡ് വർക്ക് വിത്ത് ദർ ഹാൻഡ്സ്. അതാണ് അവരുടെ ഒരു വലിയൊരു യുനോ ഒരു കാര്യം. ജോയിക്കുട്ടിച്ചാനല്ല അതൊരു വലിയൊരു പിന്നീട് അവരുടെ മക്കളും ചിന്നാരി അവരുടെ മക്കളെയൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ടെങ്കിലും യുനോ അത്ര ഒരു ഇൻട്രാക്ഷൻ വന്നിട്ടില്ല. ബട്ട് ജോയിക്കുട്ടിച്ചാനും അച്ചൻകുഞ്ചാനും രാജച്ചാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായ കണക്ഷനായിരുന്നു, ഇൻറ്റിമേറ്റ് കണക്ഷനായിരുന്നു ആ കാലങ്ങളിലൊക്കെ. ഇന്നും അത് തന്നെ. സാബു സാൻഡിയൊക്കെ സണ്ണിച്ചാനൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ടൊന്നും അത്രയും വന്നിട്ടില്ല. ജോയിക്കുട്ടിച്ചാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അതുപോലെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജോയിക്കുട്ടിച്ചാനെ പറ്റി ഒരു 2 വാക്ക് അനുശോചനം പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ വീട്ടിലേക്ക് കുത്രപ്പള്ളി അപ്പച്ചൻ്റെ ഏറ്റവും ഇളയ മകനായതുകൊണ്ടും ജോയിക്കുട്ടിച്ചാൻ ഏറ്റവും മൂത്ത മകനായതുകൊണ്ടും ഞങ്ങൾ തമ്മിലൊരു 20-22 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടും യുനോ ഐ കുഡ് റിലേറ്റ് ഇറ്റ് വെരി മച്ച്. അതാണ് എൻ്റെ അകത്തൊരു കാര്യം. നാളെ ഈ ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെടുന്ന ജോയിക്കുട്ടിച്ചായന് നിത്യശാന്തി നേർന്നു. എല്ലാം പ്രാർത്ഥനയോടെ ഭംഗിയായി നാളത്തെ ചടങ്ങുകൾ നടത്തുവാൻ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ കാണാം, അല്ലെങ്കിൽ ജോയിക്കുട്ടിച്ചാനെ ആ നിത്യ തീരത്ത് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ജോയിക്കുട്ടിച്ചായൻ. താങ്ക് യു വാട്ട് എവർ യു ഹാവ് ഡൺ ഫോർ അസ് ആൻഡ് ഫോർ അവർ ഫാമിലി. Your love, your unconditional love to all our siblings, our parents, which is beyond to elaborate. Thank you so much. Goodbye.